ഇതൊരു മട്ടൻ കറിയാണ്. അതിന് ആവശ്യമായിട്ട് ഒരു വലിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ 10-20ഓളം ചെറിയ ഉള്ളി അതും റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒരു മസാല ഉണ്ടാക്കേണ്ട അതിനാവശ്യമായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം, പിന്നെ ആവശ്യമുള്ള പട്ട, കരയാമ്പൂ, ഏലക്കായ, ജാതിപത്രി, ജാതിക്കട കഷ്ണം, സ്റ്റാർ, കസ്കസ് ആദ്യം ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടിയും ചൂടാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി അരച്ചെടുക്കുകയാണ്. പിന്നെ അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മല്ലിയില, അതുപോലെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കണം. പിന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഒഴികെയുള്ള ബാക്കി എല്ലാ സംഭവം ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം സവാള വഴന്ന് കഴിയുമ്പോൾ കേട്ടോ. അതിന് മുന്നേ നമ്മൾ മട്ടൺ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈരും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മട്ടൺ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിൽ വെച്ചിട്ട് 5 വിസിലോളം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് 5 വിസിൽ വന്നപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നല്ല മട്ടണായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയിലയും അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മട്ടൻ കറി റെഡി കേട്ടോ.